നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരാറുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിലായിരിക്കാം, ജോലിയിലായിരിക്കാം. അതുവരെ കംഫർട്ടബിളായിട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അതിനകത്ത് അത് തകർന്നടിഞ്ഞു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു മെയിൻ്റെനൻസ് പ്രോഗ്രാം നടക്കും. അതായത് നമ്മളുടെ വീട് മെയിൻ്റെനൻസ് ചെയ്യുന്നത് പോലെ, നമ്മുടെ വാഹനം മെയിൻ്റെനൻസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഓരോ വസ്തുക്കളൊക്കെ നമ്മൾ ഒരു സമയമാകുമ്പോൾ അതിനൊരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാറുണ്ട് അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡെപ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് യൂണിവേഴ്സിൻ്റെ ഇടപെടലിലൂടെ നമുക്കൊരു മെയിൻ്റെനൻസ് നടക്കും. ഈ മെയിൻ്റെനൻസ് നടക്കുന്ന സമയത്ത് അതുവരെയുള്ളതെല്ലാം ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴെ വീഴുന്നത് കാണാം. അതിനുശേഷം അതിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മനോഹരമായിട്ട് ബിൽഡ് ചെയ്ത യൂണിവേഴ്സ് നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മുടെ യൂണിവേഴ്സിൽ ഉറച്ച് വിശ്വസിക്കുക, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആ പെയിൻഫുൾ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് യൂണിവേഴ്സിനോട് കഴിഞ്ഞുപോയ എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ പുതിയ വെർഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീടിനകത്ത് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാഹനം മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ, അത് മൊത്തം നമ്മൾ അഴിച്ചു പൊളിച്ച് ഒന്നേന്ന് തൊട്ടാണ് അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുക അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് എവിടെയാണോ മെയിൻ്റെനൻസ് ആവശ്യമുള്ളത് ആ ഒരു പോർഷൻ, അത് റിലേഷൻഷിപ്പോ സാമ്പത്തികമോ എന്തോ ആട്ടെ, ആ ഒരു പോർഷൻ എടുത്ത് അതിനെ തകർത്തി അല്ലെങ്കിൽ അതിനെ അടർത്തി താഴെ ഇട്ടതിന് ശേഷം നല്ല ഭംഗിയായിട്ട് മുൻപത്തേതിനേക്കാൾ മനോഹരമായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരും എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം പെയിൻ സിറ്റുവേഷനിൽ അധികം തളർന്നു പോകാതെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ ആ ഒരു നല്ല വെർഷൻ വരുന്നതിന് വേണ്ടിയിട്ട്.